നമസ്കാരം. ജൂലി ജംഗ്ഷൻ്റെ രാമേശ്വരം യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് രാമേശ്വരം. രാമേശ്വരത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതും തീർച്ചയായും കണ്ടിരിക്കേണ്ടതുമായ ഒരു പ്രദേശമാണ് ധനുഷ്കോടി. അവിടേക്ക് പോകും മുമ്പ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായ പാമ്പൻ പാലത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. 1911 പണി തുടങ്ങി 1914 കമ്മീഷൻ ചെയ്ത പാമ്പൻ പാലമാണ് ഈ ദ്വീപിനെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപവുമായി ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നറിയപ്പെടുന്ന പാമ്പൻ പാലത്തിന് സമാന്തരമായി 2025 ഒരു പുതിയ റെയിൽപാളം കൂടി നിലവിൽ വന്നു. കുത്തനെ ഉയർത്താൻ കഴിയുന്ന രാജ്യത്തെ ആദ്യ റെയിൽപാളം കൂടിയാണ് പാമ്പൻ പാലം. വളരെ സാവധാനത്തിലാണ് ട്രെയിനുകൾ ഈ പാളത്തിലൂടെ കടന്നു പോകുന്നത്. അണ്ണാ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്ന പേരിൽ മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി സമാന്തരമായി ഒരു പാലം കൂടി ഇതുവഴി പോകുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതിലൂടെയുള്ള യാത്ര സമ്മാനിക്കുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. രാമേശ്വരത്ത് നിന്ന് ഒരു ഓട്ടോയോ ടാക്സിയോ പിടിച്ച് നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകാവുന്നതാണ്. 1-2 പേരായിട്ടാണെങ്കിൽ ഷെയറിംഗ് ഓട്ടോയാണ് ലാഭകരം. 250-300 രൂപ കൊടുക്കേണ്ടി വരും. റിട്ടേൺ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു തുക. 1 മണിക്കൂറോളം ധനുഷ്കോടിയിൽ ചെലവഴിക്കാനും സമയം അവർ അനുവദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ മുനമ്പത്താണ്. അതായത് ഭാരതത്തിൻ്റെ തെക്കേ അറ്റം ധനുഷ്കോടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ഭാരതമുള്ളത്. ഭാരതത്തിൻ്റെ അവസാന പോയിൻ്റാണ്. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് കടലാണ്. കടൽ കഴിഞ്ഞ് ശ്രീലങ്കയിലേക്കുള്ള ആ ഒരു രാമസേതുവൊക്കെ ഇവിടെ ഉണ്ട്. അതായത് രാവണൻ സീതയെ അപഹരിച്ച് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ സീതയെ വീണ്ടെടുക്കാനായിട്ട് രാമനും അതുപോലെ വാനരപ്പടയും ഒക്കെ ഇവിടുന്ന് കല്ലുകൾ കടലിൽ നികത്തി അക്കരയ്ക്ക് കടന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ആ എൻഡിലേക്കൊന്ന് പോകാം. രാമായണത്തിൽ പറയപ്പെടുന്ന രാമലക്ഷ്മണന്മാരും വാനരപ്പടയും കൂടി ചേർന്ന് ശ്രീലങ്കയിലേക്ക് നിർമ്മിച്ചതായി പറയപ്പെടുന്ന രാമസേതുവിൻ്റെ തുടക്കം ധനുഷ്കോടിയിൽ നിന്നാണ്. ഇവിടുന്ന് ഏതാണ്ട് 24 കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ധനുഷ്കോടി. ആൺകടൽ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രം വളരെ റഫും തിരമാലകൾ കൊണ്ട് നിറഞ്ഞതുമാണ് എല്ലായ്പ്പോഴും. അതുപോലെ തന്നെ പെൺകടൽ എന്ന് വിളിക്കപ്പെടുന്ന ബംഗാൾ ഉൾക്കടൽ കായൽ പോലെ ശാന്തമായും ഇവിടെ കാണപ്പെടുന്നു. കടലിൽ നിന്ന് ലഭിക്കുന്ന ശംഖുകളും മറ്റ് കടൽ ഉൽപ്പന്നങ്ങളും കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ നിറഞ്ഞ ധാരാളം കടകൾ ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ നാടൻ മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന ചെറു റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ മൊബൈൽ റേഞ്ച് കുറവായതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് കുറച്ച് പൈസ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. அந்த
1964 കടൽക്ഷോഭത്തിൽ തകർന്നടിയും വരെ തിരക്കേറിയ ഒരു പ്രദേശമായിരുന്നു ധനുഷ്കോടി. ഈ ദുരന്തത്തിൽ ഏതാണ്ട് 1800ഓളം പേരുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. രാമേശ്വരവും ധനുഷ്കോടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാളവും ആ സമയം അതുവഴി കടന്നുവന്ന ഷട്ടിൽ ട്രെയിനും ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി. വൻ ദുരന്തമാണ് 1964 ഡിസംബർ 22 രാത്രി ഉണ്ടായത്. അതിനുശേഷം ധനുഷ്കോടിയിലുള്ള റെയിൽ ലൈൻ പുനർനിർമ്മിച്ചിട്ടില്ല. അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെയും പള്ളികളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയുമൊക്കെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഗോസ്റ്റ് സിറ്റി എന്നുകൂടി ഇതിലൂടെ ഈ പ്രദേശത്തിന് പേര് ലഭിച്ചു. പഴയ മദ്രാസിൽ നിന്നും രാമേശ്വരം വഴി ധനുഷ്കോടി വരെ ട്രെയിനിലും അവിടെ നിന്ന് ഫെറി സർവീസിൽ ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന പ്രദേശത്തേക്കും അവിടെ നിന്ന് വീണ്ടും ട്രെയിനിൽ കൊളംബോയിലേക്കും കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ധാരാളം ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു. ബോട്ട് മെയിൽ എന്നാണ് ഈ സർവീസ് അറിയപ്പെട്ടിരുന്നത്. ഫ്ലൈറ്റ് സർവീസുകൾ ആരംഭിക്കുന്നതുവരെ ശ്രീലങ്കയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കുറഞ്ഞതുമായ റൂട്ടാണ് ഈ ധനുഷ്കോടിയിൽ നിന്നുള്ളത്. റെയിൽവേ സ്റ്റേഷൻ, കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്, ചർച്ചസ് ആൻഡ് ടെമ്പിൾസ്, നൂറുകണക്കിന് വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെയായി തിരക്കേറിയ ഒരു പട്ടണമായിരുന്നു ധനുഷ്കോടി. 1964 ആ പ്രളയത്തിൻ്റെ ഭീകരത ഇപ്പോഴും അവിടുത്തെ പ്രായമേറിയ ആൾക്കാരുടെ മുഖത്ത് നിഴലിച്ച് കാണാം. അപ്പോൾ ധനുഷ്കോടി കണ്ടു കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഈ രാമേശ്വരത്ത് പോലെ ധനുഷ്കോടിയിലൊക്കെ ഞങ്ങൾ വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 40-40 വയസ്സായപ്പോൾ ഈ ഒരു സമയത്താണ് ഇവിടെ വരാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇവിടുന്ന് രാമേശ്വരത്തേക്ക് തിരിച്ചു പോവാം. അപ്പോൾ എല്ലാവരും വരിക. നമുക്ക് ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല, അത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പോയിൻ്റാണ് ഇന്ത്യയുടെ അവസാന ഭാഗം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് മലപൂരിൽ കൊല്ലത്തുനിന്നൊക്കെ ട്രെയിനുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് എടുക്കുന്ന അമൃത എക്സ്പ്രസ് നമുക്ക് രാമേശ്വരം വരെ ഉണ്ട്, എല്ലാ ദിവസവും ഉള്ളതാണ്. അതിൽ കയറിയ സുഖമായിട്ട് രാമേശ്വരത്ത് വരാം. അവിടുന്ന് ഷെയറിങ് വണ്ടി എടുത്ത് നമുക്ക് ഈ ധനുഷ്കോടിയിലേക്ക് വന്ന് ഇവിടെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു പോകാവുന്നതാണ്. ഓക്കെ. Please follow Jewel Junction Media.